മറ്റു വാർത്തകളിലേക്ക്. നിയമസഭയിൽ ഇന്ന് നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കും. കൂത്താട്ടുകുളത്ത് വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിഷയം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. സംസ്ഥാനത്തെ സഹായിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ കാര്യമായ വിമർശനങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇല്ലാത്തതും പ്രതിപക്ഷം സഭയിൽ ഉയർത്തും. വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നു. വിനയ, നയപ്രഖ്യാപനം ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരെ കാര്യമായ വിമർശനങ്ങൾ ഉണ്ടായില്ല, നമ്മൾ കേട്ടതാണ്. എന്നാൽ ആ സമയത്തൊന്നും വലിയൊരു പ്രതികരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായില്ല. അതിനെ അല്ലെങ്കിൽ ആ ഒരു നയപ്രഖ്യാപനത്തിൽ ഈ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാത്തതിനെ ചൊല്ലിയുള്ളൊരു ചർച്ച അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിക്കൽ കൂടി ഇന്ന് സഭയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? തീർച്ചയായും കാളിദാസ്, എന്തായാലും ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയാണ് നടക്കുന്നത്. പ്രധാനമായും ഈ ചോദ്യോത്തരവേള ഇല്ലാത്തതിനാൽ തന്നെ അടിയന്തര പ്രമേയമായിട്ടായിരിക്കും ഈ പ്രതിപക്ഷം അടക്കം ഈ സഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കൂത്താട്ടുകുളത്ത് CPIM കൗൺസിലറെ, വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിഷയം അടക്കം സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കേസിൽ പ്രതികളായിട്ടുള്ള CPM പ്രവർത്തകരെ സംരക്ഷിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് പ്രധാനമായും ശ്രമിക്കുന്നത്. ഈ ബ്രാഞ്ച് സെക്രട്ടറിയും സാധാരണക്കാരുമടക്കം 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കേസിൽ പ്രധാനപ്പെട്ട ആളുകളൊന്നും തന്നെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ന വിഷയങ്ങളടക്കം സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഈ വിഷയമടക്കം സഭയിൽ ഉന്നയിക്കുക. പ്രധാന പ്രതിയായിട്ടുള്ള CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നടക്കം കഴിഞ്ഞ ദിവസം ഈ പ്രതിപക്ഷം ആരോപണവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ CPM വനിതാ കൗൺസിലറെ കാണാതായതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം തുടക്കം ഈ CPM കാര്യം തന്നെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയത് UDF പ്രവർത്തകരാണ് എന്നടക്കമുള്ള വാർത്തകളെല്ലാം തന്നെ പ്രചരിച്ചിരുന്നു. പിന്നീടാണ് ഈ വനിതാ കൗൺസിലർ അടക്കം തന്നെ വ്യക്തമാക്കിയത് സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെയാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അവർ ഇനി ആ പാർട്ടിയിൽ തുടരണോ എന്ന കാര്യം അടക്കം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നടക്കം ഉള്ള കാര്യങ്ങൾ ഈ വനിതാ കൗൺസിലർ വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടായിട്ടില്ലെങ്കിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട ആളുകളെ ഒന്നും തന്നെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഈ പോലീസ് കേസ് നടക്കുന്നുണ്ടെങ്കിലും അവർക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം എന്നീ സഭയിൽ ഈ വിഷയം ഉന്നയിക്കുക. അതിനുശേഷം പിന്നീട് ഈ അടിയന്തര പ്രമേയം അല്ലെങ്കിൽ നയപ്രഖ്യാപനത്തിൽ ഈ കേന്ദ്ര സർക്കാരിനെതിരെ കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ ഈ സംസ്ഥാന സർക്കാർ ഉന്നയിക്കാത്തതും ഈ സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രധാനമായും ഈ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഈ കേന്ദ്ര സർക്കാർ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കുന്ന കാര്യങ്ങളടക്കം തന്നെ ഈ സംസ്ഥാന സർക്കാർ ഈ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത്തരത്തിൽ കേന്ദ്രത്തെ വേണ്ട രീതിയിൽ വിമർശിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം അടക്കം തന്നെ സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രധാനമായും ഈ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. കൂടാതെ തന്നെ ഈ UGC ചട്ടം ഒരുമിച്ച്, കൂടാതെ തന്നെ ഈ UGCയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും സഭയിൽ പ്രതിപക്ഷവും കൂടാതെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഒരുമിച്ചായിരിക്കും ഈ സഭയിൽ പാസ്സാക്കുക. ഈ മുഖ്യമന്ത്രിയായിരിക്കും UGCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രമേയം നടത്തുക. അത് അല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് പാസ്സാക്കുന്ന ഒരു അവസ്ഥയിലേക്കും ഇതെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി അടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നതും ഈ UGCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ UGC കൊണ്ടുവന്നത് ഈ കേന്ദ്ര സർക്കാരിന് ആവശ്യപ്പെട്ടവരെ മാത്രം ഈ നിയമത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടിയാണ് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമായും ഈ UGC ചട്ടം രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കാനുള്ളതാണെന്നടക്കം ഈ സംസ്ഥാന സർക്കാർ അടക്കം വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഈ സംസ്ഥാനത്തിന്റെയും സർവകലാശാലകളുടെയും അവകാശങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് ഈ UGC ചട്ടം കൊണ്ടുവന്നത് മൂലം കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന കാര്യം അടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ VCമാരെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നിയമിക്കുന്ന നിലയിലാണുള്ളത്. സർവകലാശാലയിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ മാത്രം നിയമിക്കുന്ന ഒരു നടപടിയാണ് ഈ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അടക്കം ഈ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ഇന്ന് സഭയിലും ഉന്നയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും
പ്രതിപക്ഷവും ഒരുമിച്ച് ഇത് പാസ്സാക്കാനാണ് അല്ലെങ്കിൽ ഇത് പാസ്സാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളായിരിക്കും ഇന്ന് സഭയിൽ ഉന്നയിക്കുക. കൂടാതെ തന്നെ ഈ പാലക്കാട് ബ്രൂവറി വിഷയം ഈ സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. ഈ ബ്രൂവറി തുടങ്ങുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയതിനെതിരെ തന്നെ ഈ പ്രതിപക്ഷം അടക്കം തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രധാനമായും ഈ ബ്രൂവറി വരുന്ന കഞ്ചിക്കോടാണെങ്കിൽ UDF ഭരിക്കുന്ന അല്ലെങ്കിൽ UDF ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് അല്ലെങ്കിൽ ബ്രൂവറി കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന കാര്യം അടക്കം തന്നെ UDF വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ബ്രൂവറിക്ക് അനുമതി നൽകിയതിൽ വൻ അഴിമതി ഉണ്ടെന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്. ഈ എലപ്പുള്ളി പഞ്ചായത്ത് ഭരിക്കുന്നത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ആയതിനാൽ തന്നെ അനുവദിക്കില്ല എന്നടക്കം ഇത് ബ്രൂവറി തുടങ്ങാൻ അനുവദിക്കില്ല എന്ന കാര്യം അടക്കം തന്നെ ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു സംസ്ഥാനത്തുടനീളം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതും. ഇന്നാണെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ബ്രൂവറി വിഷയം, പിന്നീട് CPIM വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിഷയം അടക്കം സഭയിൽ ഉന്നയിക്കും. കൂടാതെ ഈ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കാത്ത കാര്യം അടക്കം സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ നീക്കം. പിന്നീട് കൂടാതെ തന്നെ ഈ വന ഭേദഗതി നിയമ ബില്ല് അല്ലെങ്കിൽ വന നിയമ ഭേദഗതി ബില്ല് ഒഴിവാക്കിയതടക്കം തന്നെ സഭയിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ അല്ലെങ്കിൽ ഈ ചോദ്യോത്തരവേള ഇല്ലാത്തതിനാൽ തന്നെ അടിയന്തര പ്രമേയമായിട്ടായിരിക്കും ഈ വിഷയങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുക. കാളിദാസ്, വിനയ, ഇപ്പോൾ ഈ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന പല വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വിനയ് ഇപ്പോൾ സൂചിപ്പിച്ചു, ഒരു പാലക്കാട് കഞ്ചിക്കോട്ടെ ബ്രൂവറി വിഷയം തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായും ഉന്നയിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. ആ ഒരു ബ്രൂവറി വിഷയത്തിൽ ഇപ്പോഴും സർക്കാർ ആ ഒരു കമ്പനിക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു കമ്പനിയെ വാനോളം പുകഴ്ത്തുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തിയിരുന്നു. അതിനെ ചൊല്ലി പ്രതിപക്ഷം വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം ഉയർത്തുന്നു. ഇപ്പോൾ പ്രാദേശിക CPI നേതൃത്വം വരെ ഈ ഒരു സർക്കാരിനെതിരെ തിരിയുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇതിനെ ചൊല്ലി വലിയൊരു സംഘർഷാവസ്ഥ തന്നെ ചിലപ്പോൾ സഭയിൽ ഉണ്ടായേക്കാം, അല്ലേ? തീർച്ചയായും. എന്തായാലും ഈ സംസ്ഥാനം അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തുടനീളം ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് നിലവിൽ ഇപ്പോൾ ബ്രൂവറി വിഷയം എന്ന് പറയുന്നത്. ഈ പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി തുടങ്ങുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ 600 കോടി രൂപയാണ് ബ്രൂവറിക്കായി മുതൽ മുടക്കുള്ളത്. അതിൽ 2023-24 ഈ മദ്യനയം അടിസ്ഥാനമാക്കിയാണ് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ ബ്രൂവറിക്ക് വെള്ളം നൽകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ വെള്ളം നൽകുന്നതിനായി ജല അതോറിറ്റിയും അനുമതി നൽകിയിരുന്നു. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഈ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ബ്രൂവറി എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെങ്കിലും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷവും തയ്യാറെടുക്കുന്നത്. ഈ ബ്രൂവറിക്ക് അനുമതി നൽകിയതിൽ വലിയ രീതിയിലുള്ള ഒരു അഴിമതി ഉണ്ട് എന്ന് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ എലപ്പുള്ളി പഞ്ചായത്ത് UDF ആണ്, കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അനുവദിക്കില്ല, ബ്രൂവറി തുടങ്ങുന്നതിന് വേണ്ടി അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടാതെ തന്നെ ഇതിന് അനുമതി നൽകുക അല്ലെങ്കിൽ ഒയാസിസ് ഗ്രൂപ്പാണ് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉൾപ്പെട്ട ഒരു സ്ഥാപനമാണെന്നും അതുകൊണ്ട് തന്നെ ഈ പഞ്ചാബിലെ അവരുടെ യൂണിറ്റിനെതിരെ ശക്തമായ സമരം നടക്കുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കമ്പനിക്കാണ് ഇപ്പോൾ ബ്രൂവറി തുടങ്ങുന്നതിന് വേണ്ടി ഈ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. മദ്യനയത്തിൽ തന്നെ ഉൾപ്പെട്ട ഒരു കമ്പനിയാണ് ഈ കമ്പനി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അഴിമതി തന്നെയായിരിക്കും വലിയ രീതിയിലുള്ള അഴിമതി തന്നെയാണ് നടക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഈ വിഷയം പ്രധാനമായും ഉന്നയിക്കുക. കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിക്കുന്നതും. കാരണം ഈ ബ്രൂവറി തുടങ്ങുന്നത് മൂലം തന്നെ അവിടെ
താമസിക്കുന്ന ജനങ്ങൾക്കടക്കം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പ്രധാനമായും ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ എലപ്പുള്ളി പഞ്ചായത്തിലടക്കം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു, മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായി തന്നെ, ശക്തമായ രീതിയിലുള്ള പ്രതിഷേധമായി തന്നെയാണ് കോൺഗ്രസ് ആണെങ്കിലും UDF ആണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാർ ഈ ബ്രൂവറിക്ക് ഉത്തരവ് അല്ലെങ്കിൽ അനുവദിച്ച് ഉത്തരവിറക്കിയത് പിൻവലിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഈ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുക. അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ തീരുമാനം തെറ്റാണ്, അത് പിൻവലിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും സഭയിൽ എന്തായാലും പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തുക. ഈ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വിഷയം സഭയിൽ ഉന്നയിക്കാനും പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. കാളിദാസ്, എന്തായാലും ആ ഒരു കഞ്ചിക്കോട് ബ്രൂവറി വിഷയത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തെക്കാൾ ഉപരി ഒരു പാരിസ്ഥിതിക പ്രാധാന്യം കൂടിയുണ്ട് ആ ഒരു വിഷയത്തിന്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം എന്ന പോലെ തന്നെ ഭരണപക്ഷത്തിന്റെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ആ നാട്ടിലെ പ്രദേശവാസികൾ തന്നെ ഒത്തുചേരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്തായാലും നിലവിൽ കണ്ടുവരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം അവിടെ കനക്കുകയും ചെയ്യും. നമ്മൾ മറ്റൊരു വിഷയം, അല്ലെങ്കിൽ ഇന്നിപ്പോൾ വിനയ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സഭയിൽ ചർച്ചയാകാൻ സാധ്യതയുള്ള മറ്റൊരു വിഷയം കൂത്താട്ടുകുളത്ത് വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ ഒരു വിഷയമാണ്. ഇപ്പോഴും അതിൽ നിരവധി CPM നേതാക്കളെ ചോദ്യം ചെയ്തിട്ടില്ല. ചില നേതാക്കളെ, ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള താഴേക്കിടയിലുള്ള ചില നേതാക്കളെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും മറ്റ് നേതാക്കൾ, അല്ലെങ്കിൽ ഈ ഒരു കലാരാജു, വനിതാ കൗൺസിലറായിട്ടുള്ള കലാരാജു പരാതി നൽകിയിട്ടുള്ള പട്ടികയിലുള്ള നിരവധി ആളുകളെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്. ആ നടപടിയിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ ആ ഒരു കേസിനെ സംബന്ധിച്ച് നിലവിലുണ്ട്. തീർച്ചയായും മെയിനായിട്ടില്ല, അല്ലെങ്കിൽ ഈ കൂത്താട്ടുകുളത്തെ വനിതാ CPIM കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിഷയം തന്നെയായിരിക്കും ഇന്ന് പ്രധാന ചർച്ചയായി സഭയിൽ ഉന്നയിക്കുക. ഈ പ്രതിപക്ഷം പ്രധാന ചർച്ചയായി സഭയിൽ ഉന്നയിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയ ആളുകളെ ഒന്നും തന്നെ തൊടാതെ പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഈ കേസിൽ പ്രതികളായിട്ടുള്ള CPM നേതാക്കളെ ഒന്നും തന്നെ പോലീസ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നില്ല. ഈ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടാതെ സാധാരണ പ്രവർത്തകരുമായിട്ടുള്ള 4 പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള CPIM ഏരിയ സെക്രട്ടറി ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നേരത്തെ ഈ CPIM വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിലടക്കം തന്നെ ഈ തട്ടിക്കൊണ്ടുപോയത് ഈ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നടക്കമുള്ള വാദങ്ങൾ ഈ പാർട്ടിയിലെ നേതാക്കൾ തന്നെ, അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രവർത്തകർ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത് തന്റെ സ്വന്തം പാർട്ടിയിലെ ആളുകളാണ് എന്ന ഈ CPIM വനിതാ കൗൺസിലർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളടക്കം സഭയിൽ എന്തായാലും ചർച്ചയാകും. കാരണം ഈ പ്രധാനമായും ഈ CPIM കൗൺസിലർ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ ആളുകളെ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം തന്നെയായിരിക്കും സഭയിൽ ഉന്നയിക്കുക. പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പോലീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ CPIM വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് അത് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പരസ്പരം തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം തട്ടിക്കൊണ്ടുപോയത് ഈ കോൺഗ്രസ് ആണെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും പിന്നീട് അത് തെറ്റാണെന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ തെറ്റാണെന്ന് ഈ വനിതാ കൗൺസിലർ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഇന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ സഭ ഇന്ന് സാക്ഷ്യം വഹിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിഷയം അടക്കം തന്നെ എന്തായാലും സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. കാളിദാസ്, തീർച്ചയായും എന്തായാലും നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയോടൊപ്പം കൂത്താട്ടുകുളത്തെ വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിഷയവും സഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഭരണപക്ഷത്തിന് നേരെ വലിയൊരു ആക്ഷേപം തന്നെ ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ ആ ഒരു പരാതി നൽകിയ
കൗൺസിലറുടെ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള നിരവധി നേതാക്കളെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒന്നും ചോദ്യം ചെയ്യൽ നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലി വലിയൊരു തർക്കം തന്നെ സഭയിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചാൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പാരിസ്ഥിതിക പ്രശ്നം കൂടിയാണ്, ഈ ഒരു പാലക്കാട്ടെ ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് കഞ്ചിക്കോട്ടെ ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമെന്ന് പറയുന്നത്. അതിനെ ചൊല്ലി ഇപ്പോഴും പ്രതിഷേധങ്ങൾ നടക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ഉയർത്തുന്നു. ഇന്നിപ്പോൾ പ്രാദേശിക CPI ഘടകം, CPI നേതൃത്വം പോലും ഇതിനെതിരെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങുന്നൊരു സാഹചര്യം കൂടി കണ്ടു. കാരണം അത്രത്തോളം പാരിസ്ഥിതിക പ്രശ്നം ഇതിലുണ്ട്. ഒരു പാർട്ടി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, ആ ഒരു പ്രദേശവാസികൾ ഒന്നിച്ചു ചേരുന്നൊരു കാഴ്ച കൂടിയാണ് അവിടെ നടക്കുന്നത്. ഇതിനെ ചൊല്ലി ഉള്ള തർക്കങ്ങളും ഇതിനെ ചൊല്ലിയുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ സഭയിൽ ഉന്നയിക്കും, അല്ലെങ്കിൽ സഭയിൽ ഇത് ചർച്ചയാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.